നമസ്കാരം. മോഹൻലാൽ അങ്ങനെ ചുമ്മാ രാജിവെച്ചതല്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷമായിരുന്നു ആ പ്രഖ്യാപനം. എ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുവാൻ മോഹൻലാൽ തീരുമാനിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ്. ചുമതലയിൽ ഒരു കാരണവശാലും തുടരാനാവില്ലെന്ന് മോഹൻലാൽ നിലപാടെടുത്തു. എന്നാൽ മോഹൻലാൽ ഒറ്റയ്ക്ക് രാജിവെക്കരുതെന്നൊരു അഭിപ്രായമുയർന്നു. അതോടുകൂടിയാണ് എക്സിക്യൂട്ടീവിനോട് ആലോചിക്കുവാൻ തീരുമാനിച്ചത്. മാത്രമല്ല, നടൻ മമ്മൂട്ടിയുമായും കാര്യങ്ങൾ കൃത്യമായി തന്നെ ആലോചിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ രാജിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ രാജി രാവിലെയാണ് മോഹൻലാൽ മുഖ്യമന്ത്രിയെ അറിയിച്ചത്. രാജിയെ ആദ്യം എ ഒരു വിഭാഗം എതിർത്തിരുന്നു. തിരുത്തലിന് വേണ്ടത് രാജിയല്ലെന്ന അഭിപ്രായമാണ് ആദ്യം ഉയർന്നത്. കരുത്തുറ്റ നിലപാടും നടപടിയുമാണ് മുഖം രക്ഷിക്കുവാൻ അനിവാര്യമെന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ ദുരൂഹ താൽപ്പര്യങ്ങൾ ഉണ്ടെന്നായിരുന്നു മോഹൻലാലിന്റെ നിലപാട്. പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഈ ആരോപണങ്ങൾ ഇനിയും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും മോഹൻലാൽ നിലപാടെടുത്തു. ഇതോടെ ഭരണസമിതി പിരിച്ചുവിട്ട് സിനിമാ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളിലും എ ഫലപ്രദമായി ഇടപെടില്ല എന്ന വിമർശനം ഏറ്റെടുത്താണ് ഭരണസമിതി പിരിച്ചുവിട്ടത്. വിമർശനങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് മോഹൻലാലിന്റെ ഈ രാജി എന്നതാണ് പ്രത്യേകത. ക്ഷേമ പ്രവർത്തനങ്ങൾ നിറവേറ്റുവാൻ നിലവിലുള്ള കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി തുടരും. പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നതുവരെയാണ് അഡ്ഹോക് കമ്മിറ്റി തുടരുക. 2 മാസത്തിനു ശേഷം തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓണക്കൈനീട്ടം അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയും ചെയ്യും. ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ലൈംഗിക ആരോപണങ്ങൾ അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർ എയിലെ താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എയിലെ അംഗങ്ങൾ പറയുന്നത് തന്നെ അപമാനമായി മാറുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം. നിലപാടും നടപടിയും വൈകിച്ചു ഇനിയും നാണക്കേട് ക്ഷണിച്ചു വരുത്തരുതെന്ന ആവശ്യമാണ് ഇക്കൂട്ടർ ഉന്നയിക്കുന്നത്. ആരോപണ വിധേയരിൽ നിന്ന് വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ ആരോപണ നിഴലിൽ നിൽക്കുന്ന സന്ദർഭഘട്ടത്തിലാണ് ഇത്തരമൊരു ആവശ്യം ഉയർന്നു വന്നത്. എക്സിക്യൂട്ടീവ് ചേരാതെ എങ്ങനെ വിശദീകരണം തേടുമെന്നതാണ് മറ്റൊരു വിഭാഗം ഉന്നയിക്കുന്ന ചോദ്യം. എക്സിക്യൂട്ടീവ് യോഗം നീണ്ടുപോകുന്നതിലും എയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. എന്നാൽ സിദ്ദിഖ് കാണിച്ചത് മാതൃകയാക്കണമെന്നാണ് പൊതുവിലെ ആവശ്യം ഉയർന്നു വന്നത്. ലൈംഗിക ആരോപണം ഉയരുന്നതിന് പിന്നാലെ എയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു. ഇത് മാതൃകാപരമായ ഒരു നിലപാടാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറിയത് മാന്യമായ സമീപനം, ആരോപണം ഉന്നയിച്ച നടിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതും മാതൃകാപരമാണെന്നും ചിലർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ നിരപരാധിത്വം ഉറപ്പുണ്ട് എങ്കിൽ മറ്റ് ആരോപണ വിധേയരും ഇതേ രീതി പിന്തുടരണം. നിരപരാധികളെ കൂടി കരിനിഴലിൽ നിർത്തുന്നതാണ് നിലവിലെ അവസ്ഥ. ഭാരവാഹികൾ ഒരു കാരണവശാലും ഇതിന് കൂട്ടു നിൽക്കരുതെന്നും എയിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഈ നീക്കം.